ഹലോ ഫ്രണ്ട്സ്, നല്ല രുചിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കൊത്തു ചപ്പാത്തിയുടെ റെസിപ്പിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൊത്തു ചപ്പാത്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ഇഷ്ടപ്പെടാത്ത കുട്ടികൾ വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും വളരെ എളുപ്പമാണ്, അവർ കഴിക്കുകയും ചെയ്യും. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയും ക്യാരറ്റും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പം നമുക്കതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇതിലൊക്കെ ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഇട്ടേക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് മുളക് പൊടിക്ക് എരിവില്ലാത്തതാണ്. അപ്പം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാബേജാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു കപ്പ് ക്യാബേജ് ഉണ്ട്, അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ക്യാബേജിന് വേവ് കുറവായിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്.
ഇതെല്ലാം ഒന്ന് യോജിച്ച് വരാനായിട്ട് ഇതിലേക്കൊരു ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാടല്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം. ഒന്ന് വാടി വരാനായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ഉള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട്. സൈഡിലോട്ട് നമുക്ക് ഒതുക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തിട്ട് 2 കോഴിമുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മുട്ടയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ നമുക്ക് മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഈ മസാലയ്ക്കുള്ള ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഉപ്പെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഞാനൊരു 4 ചപ്പാത്തിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്ത ചപ്പാത്തിയാണ്. അപ്പോൾ ഞാൻ ഒരു മീഡിയം സൈസ് 4 ചപ്പാത്തിയാണ് എടുത്തേക്കുന്നത്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്, അരിഞ്ഞെടുത്തേക്കുന്നത്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ കുറച്ചും കൂടെ മയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇട്ട് മസാലയായിട്ട് എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിച്ചീര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള കൊത്തു ചപ്പാത്തി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കൊരു ശകലം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വീട്ടിലൊക്കെ ചപ്പാത്തിയൊക്കെ അധികം വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർ സന്തോഷമായിട്ട് കഴിച്ചു പോവും. അപ്പം എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.